ഗായ്സ് വെൽക്കം ടു ക്രിപ്റ്റോസാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പിയായി വിശ്വസിക്കുന്നു. രാവിലെ തന്നെ BTC 42 ഒക്കെ തൊട്ടു. ബട്ട് അവിടെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്, നമുക്കറിയാം. നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. ഈ സ്ട്രോങ് റെസിസ്റ്റൻസ് ഇപ്പോൾ 41 റേഞ്ചിൽ നിൽക്കുന്നുണ്ട്. എന്താണ് കാരണം എന്ന് പലരും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ സംസാരിച്ച വിഷയം എന്ന് പറയുന്നത് BTC 40 സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ പറഞ്ഞ പോലെ റെഗുലേഷൻസ് കിക്കിംഗ് ഹാർഡ് ഉണ്ട്. പിന്നെ ഇന്നലെ പവൽ ഓറെ ഒരു മീറ്റിങ്ങിൽ ക്രിപ്റ്റോ റെഗുലേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ കുറച്ചധികം സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളോട് പലപ്പോഴും പറഞ്ഞു, റെഗുലേഷൻസ് വേണം. ഇന്നലെ തന്നെ വിഡൻ്റെ ഒരു ഇൻ്റർവ്യൂ തന്നെ, വിഡൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് തന്നെ ക്രിപ്റ്റോ റെഗുലേറ്റേഴ്സ് ടാക്സ് ഒക്കെ ആക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കുറച്ചുകൂടി ലോ ബേസ്ഡ് ആയാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ കുറേ രാജ്യങ്ങളും കൂടി അഡോപ്റ്റ് ചെയ്യും, കുറേ ഇൻസ്റ്റിറ്റ്യൂഷനുകളും വരും. ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം, ഇപ്പം നമുക്ക് ചെറിയ രീതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ പോലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ഇതിലേക്ക് അട്രാക്ട് ചെയ്യും. അതിൻ്റെ ഒരു സൂചനകളാണ് ഇന്നത്തെ റേറ്റിൻ്റെ കൂടുതൽ തന്നെ. കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് വന്നാൽ തന്നെ മാറ്റങ്ങൾ വരും. ഞാൻ പറഞ്ഞല്ലോ, 3 മെയിൻ കമ്പനീസാണ് ഇപ്പോൾ മെയിൻ ഹോൾഡ് ചെയ്യുന്നത്. ആ ഒരു കമ്പനീസ് തന്നെ ഇപ്പം ഇന്നലെ തന്നെ നിങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മൈക്രോ സ്ട്രാറ്റജി വീണ്ടും ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് നൽകുന്ന ഹോപ്പാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സർജിങ് എന്താണ്? പെട്ടെന്ന് രാവിലെ തന്നെ ഒരു സർജിങ് എന്ന് പറഞ്ഞാൽ ബിറ്റ്കോയിൻ ഷൂട്ട് 42,000, 45 ബില്യൺ അസറ്റ് മാനേജർ ഗോൾഡൻ ട്രീ സ്റ്റാർട്ട് ബൈയിങ്. അതായത് 45 മില്യൺ അസറ്റ് ഉള്ള ഒരു ഗോൾഡൻ ട്രീ സ്റ്റാർട്ട് ബൈയിങ് എന്ന് പറയുന്ന ഒരു കമ്പനി ബൈ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫ്ലോ ഇൻ ബിറ്റ്കോയിൻ കണ്ടിന്യൂ ടു ഗ്രോ എ ഫാസ്റ്റർ റേറ്റ്. ജസ്റ്റ് 2 days ബാങ്കിങ് ജയന്റ് സ്ട്രീറ്റ് അനൗൺസ്ഡ് ഇൻ ക്രിപ്റ്റോ സർവീസ്. അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ക്രിപ്റ്റോ സർവീസ് തന്നെ. ആസ് എ റിസൾട്ട് ബിറ്റ്കോയിൻ പ്രൈസ് 5%. And chief investor officer Gold said that this is certainly a big move for the credit Foxer company, a reporter said. അതായത് മൂപ്പർ ഒരു ബിഗ് ബാങ്ക് കമ്പനി എന്ത് ചെയ്യുന്നു, ക്രിപ്റ്റോ ബേസ്ഡ് ഫീൽഡിലേക്ക് വരുന്നുണ്ട്. ഏകദേശം ബിറ്റ്കോയിനിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ടീം ബൈ ചെയ്യുമെന്നും മോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഈ ബാങ്ക് ബേസ്ഡ് കമ്പനീസ് നൽകുന്നുണ്ട് എന്നാണ് ഒരു സാരമായ രീതിയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇനിയും ചെറിയ ഡിപ്പ് കാര്യങ്ങളുണ്ടെങ്കിലും ലോങ് ടേം ഹോൾഡേഴ്സ് ആണെങ്കിലും ഷോർട്ട് ടേം ഹോൾഡേഴ്സ് ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, കഴിഞ്ഞ നമ്മൾ ടഫ് പീരീഡ് നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് നമ്മൾ സ്ട്രോങ് ആയി നിന്ന പോലെ ഈ സ്ട്രോങ് കൂടുതലായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഹൈക്ക് വരുമ്പോൾ സന്തോഷിക്കുന്ന പോലെ തന്നെ ഡിപ്പും സന്തോഷിക്കണം. വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇൻട്രാഡേ കുറേ ആൾ ഏതാ ചെയ്യേണ്ടത്? ഇൻട്രാഡേ BTC നല്ലൊരു ഓപ്ഷനാണ്. കഴിഞ്ഞ 2 ദിവസം ഒരു ഡിപ്പ് ആ ഒരു 40 റേഞ്ചിൽ നിന്നിനെങ്കിലും ഇൻട്രാഡേ ചെയ്യാൻ BTC കുറച്ച് നല്ലൊരു 10-15,000 രൂപയിൽ ഇട്ട് നിൽക്കുന്നവർക്കൊക്കെ ഇൻട്രാഡേ BTC നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അത് മിസ് ഔട്ട് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെയാണ് ഇത്തീരത്തിൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ പറയാം, ഇത്തീരത്തിൻ്റെ ഒരു 6ാം വാർഷികം എന്നൊക്കെ പറയാം. ഏകദേശം 2004-2005 റേഞ്ചിൽ ഇത്തീരം ലോഞ്ച് ചെയ്ത സമയത്ത്, അതിനുശേഷം 6 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഏത് രീതിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ബിറ്റ്കോയിനെ വെല്ലാൻ മാത്രം വളരുമെന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു കോയിൻ തന്നെയാണ് ഇത്തീരം. നമ്മളത് മിസ് ഔട്ട് ചെയ്യരുത്. അതുപോലെ ഇത്തീരത്തിൻ്റെ ഓഗസ്റ്റ് 4 ആ മെയിൻനെറ്റ്, അതായത് നമ്മൾ പറഞ്ഞ ലണ്ടൻ ഹാർഡ് ഫോർക്കിറ്റ് അപ്ഡേറ്റ്സോട് ഗ്യാസ് ബി ഇഷ്യൂസുകളൊക്കെ ഓൾറെഡി സോൾവ് ആകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലോങ് ഹോൾഡേഴ്സ് ഇത്തീരം നോക്കും. മാത്രമല്ല, ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇത് ഓരോ സ്റ്റെപ്പ് കഴിയുന്ന ഒരു ഡിഫ്ലേഷണറി ആക്ഷന് കാര്യങ്ങൾ മാത്രം. വേറൊരു ഇമ്പോർട്ടൻ്റ് വിഷയം എന്ന് പറഞ്ഞാൽ, ഇന്നലെ വന്നൊരു ന്യൂസാണ്. ഏകദേശം സൈബർ പങ്ക് ക്രിപ്റ്റോ പങ്ക് NFT ഗ്രേസ്കെയിൽ വെയ്നർചങ് ജസ്റ്റ് പെയ്ഡ് 3.7 million in Ethereum ഫോർ ക്രിപ്റ്റോ പങ്ക് NFT ബൈ ചെയ്യാൻ വേണ്ടിക്ക് എത്രയോ എമൗണ്ട് 3.7 million എത്തീരിയം എന്ത് ചെയ്യുന്നുണ്ട്, എത്തീരിയം ഉപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, ഈ NFT പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, ഗെയിമിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതൊക്കെ ക്രിപ്റ്റോ ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉത്തേജിപ്പിക്കാനുള്ള ഒരു പോർഷനാണ്. ആ പോർഷനിലേക്ക് കൂടുതൽ പേയ്മെൻറ്റും ഇപ്പോൾ നിങ്ങൾ സുഹൃത്തറിയാം, എൻ്റെ ഒരു സുഹൃത്ത് NFT നല്ല മറ്റേ ഡിജിറ്റൽ ഫീൽഡിൽ അടിപൊളിയാണ്. മൂപ്പർക്ക് NFT സെയിലിംഗ് നടത്താൻ വേണ്ടിയിട്ട് മൂപ്പർ NFT ക്രിയേറ്റ് ചെയ്തു, അതിൽ അക്കൗണ്ട് ആക്കി. ബട്ട് അതിനു വേണ്ടി നമ്മൾ ഇത്തീരം പേ ചെയ്തിട്ട് ആദ്യം അവർക്ക് ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര എമൗണ്ട് കൊടുക്കണം. അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, ക്രിപ്റ്റോ ഫീൽഡിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ മൂപ്പർ ഇത്തീരം പേ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇത്തീരമാണ് മെയിൻ NFT പ്ലാറ്റ്ഫോമിൽ കളിക്കുന്ന കോയിൻ. അപ്പോൾ ഇത്തീരം ബൈ ചെയ്യുന്നു, ട്രാൻസാക്ഷൻ നടക്കുന്നു. ഇനി ഡിഫ്ലേഷൻ റിയാക്ഷൻ വരുമ്പോൾ ഇതൊക്കെ ബേൺ ഔട്ട് ചെയ്യുന്നു. അപ്പോൾ ഏകദേശം നിങ്ങൾ ചിന്തിച്ചു 3.7 million ഇത്തീരം ഫോർ ക്രിപ്റ്റോ ആൻഡ് ഇത് 4th highest പ്രൈസ് എവർ പെയ്ഡ് ഫോർ എ ക്രിപ്റ്റോ ഹങ്ക്. നിങ്ങൾ ചിന്തിക്കണം. അതേപോലെ തന്നെ
ഏകദേശം ജസ്റ്റ് സ്പെൻഡ് 1600 ഇത്തീരിയമാണ് ഒരു NFT വേണ്ടിയിട്ട് മാറ്റിവെച്ചെന്ന് പറയുമ്പോൾ NFT പ്ലാറ്റ്ഫോമിൻ്റെ വലിപ്പം എത്രയാണ്, അതുപോലെ തന്നെ ഇത്തീര്യത്തിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുന്ന രീതികളും നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത്തീര്യം ഹോൾഡ് ചെയ്യാത്തവർ ഇപ്പോൾ നമ്മൾ ഏകദേശം 1800 1900 ഇപ്പോൾ 2400 റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. കറണ്ട് ഇത്തീര്യം ഒരു 3000 ടെസ്റ്റ് ചെയ്യുന്ന വരെ ഒപ്പീനിയൻ ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ ഈ ആഗസ്റ്റ് മാസം നമ്മൾ പറഞ്ഞ പോലെ ആഗസ്റ്റ് ഇത്തീരത്തിന് നല്ലൊരു ഹോപ്പ് നൽകുന്ന മാസം തന്നെയാണ്. മിസ് ഔട്ട് ചെയ്യരുത്. ആഫ്റ്റർ ഞാൻ പറഞ്ഞ പോലെ അത് നമ്മുടെ ഈ ലണ്ടൻ ഹാർഡ് ഫോർക്കിൻ്റെ മെയിൻ EP 1559 ലോഞ്ച് ചെയ്യുന്ന അന്ന് ചെറിയൊരു കറക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ബട്ട് അതിലേക്ക് അടുക്കുന്ന സമയത്തേക്ക് കുറച്ചുകൂടി റേറ്റ് കൂടുതൽ വന്നുകൊണ്ടിരിക്കും. അതിൽ ഗുഡ് ന്യൂസുകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂസും നമ്മൾ മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്തതാണ്. ജർമ്മനി ലാർജസ്റ്റ് ഫേം ബാങ്ക് ഡാറ്റാ ബാങ്ക് ഈസ് കൺസിഡറിങ് ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പറയുമ്പോൾ ഒരു വലിയൊരു വിപ്ലവങ്ങളൊക്കെ വരാൻ പോവുകയാണ്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ട വേറൊരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത് തുടർച്ചയായ 10 days ഗ്രീൻ ക്യാൻഡിൽ ബിറ്റ്കോയിൻ 2017 ശേഷം ഹാപ്പണ്ടായ 10 days തുടർച്ചയായ ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന 2017 ശേഷമുള്ളതാണ്. എല്ലാം നമുക്ക് ഹോപ്പ് നൽകുമ്പോൾ തന്നെ ചില ഫഡ് മാനിപ്പുലേഷനും നമ്മൾ പ്രതീക്ഷ വെക്കേണ്ടതാണ്. അതായത് നമ്മൾ ഈ സമയത്ത് തന്നെ ഇപ്പോൾ ഇന്നലെ തന്നെ ബിനാൻസ് മലേഷ്യ എന്നിട്ട് കുറേ ആൾക്കാർ കൺഫ്യൂഷൻ വരുന്നില്ല. റെഗുലേഷൻസ് ഈ സമയത്ത് തന്നെ കിക്കിംഗ് ഹാർഡ് തന്നെയാണ്. ബട്ട് അത് ലോങ് ടേം നമ്മൾ സംബന്ധിച്ച് ലോങ് ടേമിൽ നമുക്ക് ഷോർട്ട് ടേമിൽ ചെറിയ ഡിപ്പും കാര്യങ്ങളും ഉണ്ടാക്കാം. ഇപ്പോൾ ഇന്നലെ തന്നെ ഈ ബിനാൻസ് റെഗുലേഷൻ ഒന്ന് പുൾ ബാക്ക് നടത്തിയപ്പോൾ 37-38 റേഞ്ചിൽ സ്ട്രോങ് സപ്പോർട്ടിൽ നിന്ന് പിടിച്ചു നിർത്തിയത് ഈ സമയത്ത് നമുക്കൊരു പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. കാരണം അത്രയും വെയിൽസ് ബെയ്യിങ് ആണ്. ഈ സമയങ്ങളിൽ വെയിൽസ് ബെയ് ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ ഡിപ്പിലും വെയിൽസ് ബേ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഇന്നലെ തന്നെ പുൾ ബാക്ക് തന്നെ ആ ഒരു പുൾ ബാക്ക് അവിടെ നമ്മൾ സ്ട്രഗിളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ 37 പുൾ ബാക്ക് പെട്ടെന്ന് തന്നെ 40ലേക്ക് വരാനുള്ള കാരണം അതാണ്. അതേ സമയങ്ങളിൽ നമ്മൾ കണ്ട വേറെ ന്യൂസാണ് WRX ബേണിങ് കംപ്ലീറ്റ് ചെയ്തു. ഹ്യൂജ് എമൗണ്ടാണ് WRX ബേൺ ചെയ്യുന്നത്. അപ്പോൾ WRX ഹോൾഡേഴ്സിന് പ്രതീക്ഷയ്ക്ക് വളരെ വകയുണ്ട്. ഓരോ 3 മാസവും WRX ബേൺ ഔട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത്ര എമൗണ്ട് ഇവർ ബേൺ ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ WRXൻ്റെ സപ്ലൈ ഷോക്ക് മാത്രമല്ല ഡെഫി സിസ്റ്റം വരികയാണെങ്കിൽ ഒരുപാട് ട്രാൻസാക്ഷൻ നടത്തുന്ന സിസ്റ്റം എത്തുമ്പോൾ ഉറപ്പായിട്ടും WRX ഹോൾഡേഴ്സിന് ഉറപ്പായിട്ട് ഞാൻ പറയാല്ലേ ഇത് സന്തോഷിക്കുന്ന ആളുകളെ നല്ല റേറ്റ് ആയിരിക്കും. ഒട്ടുമിക്ക നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി മറ്റ് എക്സ്ചേഞ്ചിലെ വേൾഡിലെ ബെസ്റ്റ് എക്സ്ചേഞ്ചിലെ കോയിൻസിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടാകുമ്പോൾ WRXൻ്റെ കോയിൻസിന് കമ്പാരിറ്റീവ് റേറ്റ് കുറവാണ്. ബട്ട് ആ ഒരു പ്രശ്നം അത് എന്തായാലും സോൾവ് ഔട്ട് ആയിരിക്കും എന്നുള്ള കാര്യം ടെൻഷൻ അടിക്കേണ്ട. ഡോജ് ഹോൾഡേഴ്സിനോട് പറയാനുള്ളത് ഡോജിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്ന് പറയുന്നവരോട് ഡോജ് സ്റ്റിൽ പൊസിഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് ക്യാപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ ഒരു ടഫ് പീരീഡിൽ പോലും ഡോജിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് അവിടെ തന്നെയുണ്ട്. ഒരു ഡൗണ് മാറുന്നില്ല. കാരണം എത്രയോ ഹോൾഡേഴ്സ് ഡോജിൻ്റെ ഇത്ര എമൗണ്ടിൽ ബേ ചെയ്ത ഹോൾഡേഴ്സാണ്. നല്ല എമൗണ്ടിൽ ബേ ചെയ്ത ഒരുപാട് ഹോൾഡേഴ്സ്. ഇന്നത്തെ ഒരു ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഡോജ് ഹോൾഡേഴ്സ് ബൈ ചെയ്തത് ഒട്ടുമിക്ക ആളും ഇത്ര ഒരു റേറ്റിൻ്റെ കൂടുതൽ കുറവിലാണ് കറണ്ട് വാല്യൂ ഉള്ളത്. അതുകൊണ്ടാണ് ഡോജിൻ്റെ പ്രതീക്ഷ. കാരണം അത്രയും ഹോൾഡേഴ്സ് സ്റ്റേബിൾ ഹോൾഡേഴ്സ് ഡയമണ്ട് ഹാൻഡിൽ നിൽക്കുന്നുണ്ട് ഡോജിൻ്റെ കേസിൽ. അതാണ് ഡോജിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇഷ്യൂസ് കറൻറ്റ്ലി അവിടെ തന്നെ നിൽക്കുന്നത് എന്നുള്ളൊരു റിപ്പോർട്ട് ഇന്നലെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. കാരണം ആ ഒരു റേറ്റ് ആവാണ്ട് ഒട്ടുമിക്ക ഇൻവെസ്റ്റേഴ്സും അത് സെൽ ഔട്ട് ചെയ്യില്ല എന്നുള്ള രീതി. വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇലോൺ മാസ്കിൻ്റെ ബാക്ക് ഹാൻഡ് ഉണ്ടായത് കൊണ്ട് തന്നെ $1 ഹോപ്പും പലരിലേക്കും കിട്ടുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുക. ADAൻ്റെ വരാൻ പോകുന്ന ഔട്ട്ലുക്ക് നമ്മൾ മിസ് ഔട്ട് ചെയ്യരുത്. ഒരിക്കലും ADAനെ മിസ് ഔട്ട് ചെയ്യരുത് എന്ന് പ്രത്യേകം പറയുന്നു. അതിൻ്റെ ഓരോ Q3 ലോഞ്ച് 1.5 ബില്യണൊക്കെ എന്തുണ്ട് ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്ത് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. ആഫ്രിക്ക കാടാന ആഫ്രിക്ക ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ സ്റ്റഡീസ് നടക്കുന്നുണ്ട്. സ്കൂൾസിൽ സ്റ്റഡീസ് നടക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ സൊളാനോന് മിസ് ഔട്ട് ചെയ്യരുത് എന്നുള്ള കാര്യം വെറ്റ് ഹോൾഡേഴ്സിനോട് പറയാനുള്ളത്. ഞാൻ നിങ്ങളെ സെക്കൻഡറി ചാനൽ അതിന് പറഞ്ഞിട്ടുണ്ട്. കോയിൻ ബേസ് പ്രോയിലേക്ക് വെറ്റ് കറൻറ്റ്ലി അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അങ്ങനെ വന്നാൽ വെറ്റിൻ്റെ റേറ്റ് നല്ല രീതിയിൽ ഹൈപ്പ് ഉണ്ടാവുകയും ലോഞ്ച് ചെയ്യപ്പെട്ടതിന് ശേഷം ഡിപ്പ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. നമ്മൾ അതും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കൂളായിരിക്കെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ രീതിയിലേക്ക് ഫോക്കസ് ചെയ്ത് വരുന്നുണ്ട്. ഇതിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ഇപ്പോൾ ADA ആയാലും 1.33 ഇപ്പോൾ ഇന്ന് തന്നെ കണ്ട 1.3233 റേഞ്ചിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് കിട്ടിയത് ഡൗൺ ചെയ്ത് 1.29ലേക്ക് വരുന്നുണ്ട്. ഈ സമയങ്ങളിൽ റെസിസ്റ്റൻസ് സപ്പോർട്ട്
ഞാൻ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ബിറ്റ് കോയിൻ, ഇത്തീരിയം എല്ലാവരുടെയും മാക്സിമം ADA, സൊളാനോൻ്റെ, മൊണേറോൻ്റെ വരെ അപ്ഡേറ്റ് ഇൻസ്റ്റാഗ്രാം ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ ഷെയർ ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഓരോ പാർട്ട് സെല്ല് ചെയ്ത് ഡൗണിൽ ഇൻട്രാഡേ മാക്സിമം എന്തെങ്കിലും നമുക്ക് നേടാൻ പറ്റുന്നത് മിസ് ഔട്ട് ചെയ്യാതിരിക്കുക. ഇൻട്രാഡേക്ക് ഗ്യാസ് ഫീ ഒക്കെ മാക്സിമം കുറഞ്ഞ എക്സ്ചേഞ്ചൊക്കെ ഞാൻ സെക്കൻഡറി ചാനലിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതും യൂസ് ഔട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് ഇൻട്രാഡേ ഉപയോഗിക്കുമ്പോൾ ക്യാഷ് നഷ്ടം വരുമെന്നുള്ള ടെൻഷൻ വേണ്ട. ഇതേ സമയത്ത് തന്നെ ഹോബിയിൽ സ്പിന്ന് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. സ്പിന്നിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത്ര ട്രേഡ് നടത്തിയാൽ നമുക്ക് സ്പിന്ന് കൂൾ ഔട്ടായിട്ട് സ്പിൻ ചെയ്ത് കിട്ടും. ബട്ട് മുമ്പുള്ള ഒരു ചെറിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പലർക്കും ട്രേഡിംഗ് ഫീ പോകുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ട്രേഡിംഗ് ഫീ വളരെ അധികം കുറച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് സ്പിൻ ഔട്ടും ചെയ്യാം, ഇൻട്രാഡേ ഉപയോഗിക്കാം, കോയിനും നേടാം, മിസ് ഔട്ട് ചെയ്യരുത്. അങ്ങനെ ഓരോ ഓപ്പർച്യൂണിറ്റി കളയാതെ കൂളായി നിന്ന് നമുക്ക് ഇനി ഒരുപാട് എമൗണ്ട് നേടാവുന്നതേ ഉള്ളൂ. ഓക്കെ.